ഗംഗോത്രി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രവും പട്ടണവുമാണ് ഗംഗോത്രി. ഗംഗോത്രിയിൽ നിന്ന് ഏകദേശം 19 കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി ഹിമാനിയുടെ അവസാനവും ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനവുമായ ഗോമുഖ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്ന് 3042 മീറ്റർ ഉയരത്തിലാണ് ഗംഗോത്രിയിലെ ഗംഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പരിസ്ഥിതി വളരെ ആകർഷകവും മനോഹരവുമാണ്. ഉത്തരകാശിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. 18ാം നൂറ്റാണ്ടിൽ ഗൂർഖ കമാൻഡർ അമർ സിംഗ് താപ്പയാണ് ഗംഗാക്ഷേത്രം നിർമ്മിച്ചത്. ജയ്പൂർ രാജകുടുംബമാണ് ഇത് പുനർനിർമ്മിച്ചത്. മെയ് മുതൽ ഒക്ടോബർ വരെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഗംഗാ മാതാവിനെ ദർശിക്കാൻ ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രം അക്ഷതൃതീയ നാളിൽ തുറക്കുകയും ദീപാവലി ദിനത്തിൽ അടയ്ക്കുകയും ചെയ്യുന്നു. പുരാണ പരാമർശങ്ങൾ ഐതിഹ്യമനുസരിച്ച് രഘുകുലത്തിലെ ചക്രവർത്തി രാജാവായ ഭഗീരഥൻ ഇവിടെയുള്ള ഒരു പവിത്രമായ പാറയിൽ ഇരുന്നുകൊണ്ട് ശങ്കരനോട് തപസ്സു ചെയ്തു. ഈ സ്ഥലത്താണ് ഭാഗീരഥി ദേവി ഭൂമിയെ സ്പർശിച്ചതെന്നാണ് വിശ്വാസം. മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ ബന്ധുക്കളുടെ ആത്മശാന്തിക്കായി പാണ്ഡവരും ഇവിടെ ഒരു മഹായാഗം നടത്തിയിരുന്നു. ഇവിടെ മഞ്ഞുകാലത്ത് കാണാൻ കഴിയുന്ന ഭാഗീരഥി നദിയിൽ ശിവലിംഗ രൂപത്തിലുള്ള പ്രകൃതിദത്തമായ ഒരു പാറ മുങ്ങിയിരിക്കുന്നു. പുരാണങ്ങൾ അനുസരിച്ച് ശിവൻ ഗംഗയെ തന്റെ പൂട്ടിൽ പൊതിഞ്ഞിരുന്നു. ചരിത്രം ഏകദേശം 1200 വർഷം പഴക്കമുള്ള ചരിത്രമുള്ള ക്ഷേത്രത്തിനു ചുറ്റുമാണ് ഗംഗോത്രി നഗരം വികസിച്ചത്. 1980കളിൽ ഗംഗോത്രിയിലേക്കുള്ള റോഡ് നിർമ്മിച്ചതിനുശേഷം നഗരം അതിവേഗം വികസിച്ചു. 18ാം നൂറ്റാണ്ടിൽ ഗർവാളിലെ ഗൂർഖ കമാൻഡർ അമർ സിംഗ് താപ്പയാണ് ഗംഗോത്രി ക്ഷേത്രം നിർമ്മിച്ചത്. ജയ്പൂരിലെ രാജാ മധോ സിംഗ് രണ്ടാമൻ 20ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നന്നാക്കി. മോസം വേനൽക്കാലത്ത് ഗംഗോത്രിയിലെ കാലാവസ്ഥ പകൽ സുഖകരവും രാത്രിയിൽ തണുപ്പുള്ളതുമാണ്. കുറഞ്ഞ താപനില 6 ഡിഗ്രി സെന്റിഗ്രേഡും കൂടിയത് 20 ഡിഗ്രി സെന്റിഗ്രേഡുമാണ്. ശൈത്യകാലത്ത് പകലുകൾ സുഖകരവും രാത്രികൾ വളരെ തണുപ്പുള്ളതുമാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെ മഞ്ഞുവീഴ്ചയും താപനില 0-ന് താഴെയുമാണ്. സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് 3140 മീറ്റർ ഉയരത്തിൽ ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട ഗംഗോത്രി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഭാഗീരഥി താഴ്വരയ്ക്ക് പുറത്ത് കേദാർഗംഗയുടെയും ഭാഗീരഥിയുടെയും ആരവങ്ങളിൽ നിന്ന് അകന്ന ഈ സ്ഥലം വളരെ മനോഹരമാണ്. സസ്യജീവജാലങ്ങൾ ഈ പ്രദേശത്ത് വിശാലമായ സസ്യജാലങ്ങളുണ്ട്. പ്രധാന സസ്യജാലങ്ങളിൽ ഓക്ക്, വിർച്ച്, വൈറ്റ് സൈപ്രസ്, നീലദേവദാരു തുടങ്ങിയവ ഉൾപ്പെടുന്നു. സാധാരണ ജന്തുജാലങ്ങളിൽ ലങ്കറുകൾ, ചുവന്ന കുരങ്ങുകൾ, തവിട്ട് കരടികൾ, പുള്ളിപ്പുലികൾ, മഞ്ഞു പുള്ളിപ്പുലികൾ, കുരയ്ക്കുന്ന മാൻ, സാമ്പാർ, കസ്തൂരിമാൻ, തഹർ തുടങ്ങിയവ ഉൾപ്പെടുന്നു. തദ്ദേശവാസികൾ ഗംഗോത്രി ക്ഷേത്രത്തിലെ പൂജാരിമാരായ സെമ്മൽ ജാതിയിൽപ്പെട്ട ബ്രാഹ്മണരാണ് ഇവിടുത്തെ നാട്ടുകാർ. 9ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ താമസിക്കുന്ന ഈ ആളുകൾ ശൈത്യകാലത്ത് മുക്ബ ഗ്രാമത്തിലേക്ക് മാറും. അടുത്തുള്ള ആകർഷണങ്ങൾ ഗംഗോത്രി ഹിമാനിയുടെ മുഖവും ഭാഗീരഥി നദിയുടെ ഉത്ഭവസ്ഥാനവുമായ ഗംഗോത്രിയിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയാണ് ഗോമുഖ് സ്ഥിതി ചെയ്യുന്നത്. മുക്ബ ഗ്രാമത്തിലെ നിവാസികൾ ഗംഗോത്രി ക്ഷേത്രത്തിലെ പുരോഹിതന്മാരാണ്. ശൈത്യകാലത്ത് ഗംഗാദേവിയെ ഇവിടെ കൊണ്ടുവരുന്നു. ബൈറോൺ വാലി, ഹർസിൽ, നന്ദൻവൻ തപോവൻ, കേദാർത്തൽ എന്നിവയാണ് മറ്റ് പ്രധാന ആകർഷണങ്ങൾ. ഗതാഗതം വിമാനമാർഗം ഗംഗോത്രിയിൽ നിന്ന് 226 കിലോമീറ്റർ അകലെയുള്ള ജോളി ഗ്രാന്റ്, ഡെറാഡൂണാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. റോഡ് മാർഗം ഋഷികേശിൽ നിന്ന് 259 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗംഗോത്രിയിൽ ബസിലോ കാറിലോ ടാക്സിയിലോ എത്തിച്ചേരാം. ആഘോഷം ഗംഗോത്രി ക്ഷേത്രത്തിന്റെ വാതിലുകൾ അക്ഷതൃതീയ നാളിൽ തുറക്കുകയും ദീപാവലി ദിനത്തിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് പരമ്പരാഗത ആചാരങ്ങൾ, സംഗീതം, നൃത്തം, ആരാധന എന്നിവയോടെ ഗംഗാദേവിയുടെ വിഗ്രഹം ഗംഗോത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ യാത്രയുടെ ചരിത്രത്തിന് 700 വർഷമെങ്കിലും പഴക്കമുണ്ട്. യാത്രക്കിടെ മുക്ബ ഗ്രാമത്തിലെയും സമീപ ഗ്രാമങ്ങളിലെയും ആളുകൾ മറ്റ് ദേവതകളുടെ ഘോഷയാത്രകൾക്കൊപ്പം ഗംഗാദേവിയോട്